ഹായ്, എൻ്റെ പേര് കിരൺ. ഈ പ്രകൃതിക്കൊരു ദോഷം വരാതെ ഈ വെള്ളത്തിൻ്റെ സ്രോതസ്സ് കണ്ടെത്തുന്ന ഈ മലബാർ കാസർഗോഡ് മേഖലകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു സംവിധാനമാണ് തുരങ്കങ്ങൾ. സുരംഗ എന്നൊക്കെ പറയും അതിനിവിടെ. അത് ഇവിടെ എൻ്റെ വീടിനടുത്തുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതിങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ, അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത് ഒരു കാട്ടിലിങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം. ഇവിടെ നമ്മുടെ പൂർവികർ എന്തിനു വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു വെള്ളത്തിൻ്റെ സ്രോതസ്സ് കണ്ടെത്തിയത് എന്ന് എപ്പോഴും എനിക്കറിയില്ല. പക്ഷേ ഞങ്ങളിവിടെ താമസിക്കാൻ വന്ന സമയത്തും ഒക്കെ ഇതിവിടെ ഉണ്ട്. അതിൽ ഏത് വേനൽക്കാലത്തും വെള്ളം വരുന്നുണ്ട്. ഈ ഒഴുകി വരുന്നതാണ് തുരങ്കത്തിൽ നിന്ന് വരുന്ന വെള്ളം. ഇത് അങ്ങേയറ്റം കാണാൻ പറ്റില്ല ഷീരിട്ടായതുകൊണ്ട്. അതിൻ്റെ ഉള്ളിലോട്ട് 100-300 മീറ്റർ ഇങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറം നമുക്ക് പോകാൻ പറ്റില്ല, കാരണം കുറച്ച് റിസ്ക്കാണ്. ഇത് ഒരു 100 വർഷത്തിന് മേലെ പഴക്കമുണ്ടാവുമെന്നാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ പറയണത്. ശരിക്കും അറിയില്ല, പക്ഷെ ഇതിലെപ്പോഴും വെള്ളം ഉണ്ടാവാറുണ്ട്. ശരിക്കും ഇത് പുരാതന പേർഷ്യ, അതായത് ഇന്നത്തെ ഇറാനിലൊക്കെ ഇത് 5000 വർഷം മുന്നേ ഉണ്ടായിരുന്നൊരു സംവിധാനമാണ്. അതായത് മലകൾ ഹൊറിസോണ്ടലി മുകളിൽ നിന്ന് ഇങ്ങനെ തുളച്ച് പോകുന്നതിന് പകരം വെർട്ടിക്കലി ആയിട്ട് താഴ്വാരത്തുള്ള ആൾക്കാർ വെള്ളത്തിൻ്റെ സ്രോതസ്സ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത്. അത് അവിടെ നിന്ന് ഇവിടെ കിട്ടിയതാണോ അല്ല ഇവിടുത്തെ കർഷകർ സ്വയം കണ്ടെത്തിയതാണോ എന്നുള്ളത് സംശയമുണ്ട്. പക്ഷെ എന്തായാലും പ്രകൃതിക്ക് ഒട്ടും ദോഷമില്ലാതെ വെള്ളത്തിൻ്റെ സ്രോതസ്സ് കണ്ടെത്തുന്ന ഒരു രീതിയാണ് തുരങ്കങ്ങൾ. ഇത് ഈ കാസർഗോഡ് മാത്രമല്ല, കാസർഗോഡ് ഉൾപ്പെടുന്ന ഈ തുളുനാട് റീജിയൻ, അതായത് മംഗലാപുരം ഇങ്ങോട്ടും, തുളുനാട് എന്ന് പറയുമ്പോൾ അറൗണ്ട് ഒരു 700 കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു സ്ഥലം, അതിൽ കാസർഗോഡ് ഉൾപ്പെടും. അപ്പോൾ ഈ ഒരു റീജിയനിൽ മൊത്തമായിട്ട് കണ്ടുവരുന്നൊരു മെത്തഡാണിത്. കർണാടകയിൽ ധാരാളമുണ്ട്. അപ്പോൾ എന്തായാലും ഇത് പേർഷ്യയിൽ നിന്ന് വന്നതാവാൻ സാധ്യതയില്ല, കാരണം അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ മൊത്തം ഇത് ഉണ്ടാവാൻ സാധ്യതയുണ്ടായിരുന്നു. കാരണം കേരളത്തിൻ്റെ 1/3 മലയോര പ്രദേശമാണ്. അപ്പോൾ അതുണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇതില്ല, ആകെ കാസർഗോഡ് മാത്രമേ ഉള്ളൂ.